അപ്പോൾ എൻ്റെ ഈ ക്രേസ് കാരണം വീട്ടിൽ അച്ഛൻ്റെ അടുത്ത് ശല്യപ്പെടുത്തി ഞാനും ബ്രദറും കൂടിയിട്ട് ജിത്തും കൂടിയിട്ട് എപ്പോൾ നോക്കിയാലും ഈ ബൈക്കിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് അച്ഛനാണെങ്കിൽ ബൈക്ക് പോയിട്ട് സൈക്കിൾ പോലും ചവിട്ടാത്ത ആൾ. അപ്പോൾ പുള്ളി വിചാരിച്ചത് എന്തോ ഒരു പിള്ളേരെ ഇഷ്ടമല്ലേ എന്നുള്ള രൂപത്തിൽ ഒരു ബൈക്ക് വാങ്ങി തന്നു. അങ്ങനെ ആ ബൈക്കിൽ പിന്നെ റോട്ടിൽ കൂടെയുള്ള പൊളിയും അഭ്യാസങ്ങളും തുടങ്ങി. സ്പീഡിലൊക്കെ പോണ കാണുമ്പോൾ വീട്ടിൽ അയൽവക്കത്തുള്ള നാട്ടുകാരൊക്കെ ചെന്ന് പറയും അച്ഛൻ്റെ അടുത്ത് ഇവരെന്താ പരീക്ഷണത്തിന് വിട്ടിട്ടുള്ളതാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ആൾക്കാർ. അങ്ങനെ കോളേജിൽ പോയപ്പോൾ അവിടെ കൂടുതൽ ബൈക്കിൻ്റെ ടീമുകളായിട്ട് ഒരുപാട് കമ്പനികൾ കിട്ടി. ബെറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു റോട്ടിൽ കൂടെയുള്ള അഭ്യാസങ്ങൾ. പക്ഷെ അത് വളരെ ഡേഞ്ചർ പരിപാടിയാണ്. അത് പിന്നെ നമുക്ക് മനസ്സിലാവുന്നത് കുറച്ച് കഴിയുമ്പോഴാണ്. ഈ റേസിലേക്ക് നമ്മൾ കൂടുതൽ ഇൻവോൾവ് ആകുമ്പോഴാണ് നമുക്കറിയുക, അയ്യോ നമ്മൾ ചെയ്തിരുന്ന ഈ പബ്ലിക് റോഡിലൊക്കെ സ്പീഡിൽ പോകണതൊന്നും ഒരിക്കലും ശരിയായിട്ടുള്ള ഇതല്ല. അന്നെന്ന് പറഞ്ഞാൽ ഹെൽമെറ്റ് ഇല്ല, ഒന്നുമില്ല. അന്ന് നമ്മളുടെയൊക്കെ വളരെ ഭാഗ്യം എന്ന് പറയാം നമ്മളൊക്കെ ഇപ്പോഴും ജീവനോടെ ഉള്ളത്. അത്രേ ഞാൻ പറയുള്ളൂ ഇതിൽ.